ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സ്കൂളില്ല, റീസൺ ഒന്നും അറിയാൻ വയ്യ. ഇന്നലെ മെസ്സേജ് വന്നു ഇന്ന് സ്കൂളില്ലെന്ന്. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. ഇന്ന് അമ്പൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ എന്താ, നാളെ ടെസ്റ്റ് പേപ്പറുണ്ട്, പഠിക്കണം, കുറേ കാര്യങ്ങളുണ്ട്, ബുക്കൊക്കെ മേടിക്കാൻ പോകണം, പിന്നെ എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കാണിക്കാമെന്ന് വെച്ചു. പിന്നെ വേറൊരു വീഡിയോ എടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് ഡ്രസ്സൊന്നുമില്ല, എല്ലാം റിപ്പീറ്റഡാണ്, ഇടുന്ന തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചില ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ഇടത്തുള്ളൂ. ചിലതൊക്കെ എന്താണൊക്കെ കുത്തിക്കൊള്ളും. അപ്പം ഇടുന്നത് ഞാൻ റിപ്പീറ്റഡ് ഇടും. ചില സമയം മാറ്റി മാറ്റി ഇടും. പക്ഷെ കൂടുതൽ നിങ്ങൾ കാണുന്ന ഒരു റെഡ്, ഒരു പിങ്ക്, പിന്നെ അതായിരിക്കും. ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. കുളിക്കുകയൊക്കെ ചെയ്യും, ഇഷ്ടമുള്ളതുകൊണ്ട് ആ ഡ്രസ്സൊക്കെ. അപ്പോൾ ഇന്നത്തെ എല്ലാം കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏതാണ്ട് 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു സിനിമയൊക്കെ കണ്ടു, രാവിലെ കുറുക്ക് കുടിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് സിനിമ കണ്ടിട്ട് ഇനി ജോലിയൊക്കെ ചെയ്യണം, വീഡിയോസ് എടുക്കണം. എല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇത്ര നേരം കമ്മലൊക്കെ അടുക്കിവെക്കുമായിരുന്നു. വീഡിയോയ്ക്കുള്ള ഇയറിംഗ് കളക്ഷൻസ് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, അതിൽ പകുതി മുക്കാലൊന്നും ഞാൻ ഇടത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ചിലതിൻ്റെ ഒന്നും ഒരെണ്ണം കാണുന്നില്ല, ഞാൻ പേരുള്ള മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ ഗൈസ്, ഞാൻ എപ്പോഴും നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷേ എന്താ മറന്നു. ഞങ്ങളുടെ റൂമിൽ ഇങ്ങനെ തൂക്കിയിട്ട് വിഷുവിന് എടുത്തതാ. അപ്പോൾ ഇനി റെഡി ആയിട്ട് ആ വീഡിയോ എടുക്കണം. വലിയ ക്ലിയറൊന്നുമില്ല, കാരണം ഞാൻ ഒന്നാതെ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ എന്താ പറയുക, ചില സമയം ഐഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വലിയ ക്ലിയർ കാണത്തില്ല. ഇപ്പം രാത്രി ആയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡാൻസിന് പോയായിരുന്നു. എനിക്കില്ലായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഡാൻസിന് പോയി, അമ്മയുടെ കൂടെ ഞാനും പോയി അവിടെ ഇരുന്നു. പിന്നെ വന്നു. പപ്പ ഇന്ന് രാത്രി ചെന്നൈക്ക് പോകുന്നുണ്ട്. ഇനിയൊരു 4 days കഴിഞ്ഞേ വരത്തുള്ളൂ. അമ്മയുടെ ബർത്ത്ഡേക്ക് പപ്പ ഇവിടെ കാണത്തില്ല. അപ്പം പപ്പ അമ്മയ്ക്ക് ഇന്ന് കുറച്ച് ഡ്രസ്സും ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അഡ്വാൻസ് ഒരു ഗിഫ്റ്റായിട്ട്. പിന്നെ പപ്പ ഇന്ന് പോകുമ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ ചെയ്തു വച്ചിരിക്കുകയാണ്. പിന്നെ നാളെ പരീക്ഷയുണ്ട്, ബയോളജിയും കെമിസ്ട്രി. ഇപ്പം സമയം നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിന് ഉറക്കമൊന്നുമില്ല, എന്തെങ്കിലും അസുഖം വരും. അയ്യോ സോറി ഗൈസ്, 2 മണി. ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ 12:45. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. പിന്നെ ഒന്നും കൂടെ റിവിഷൻ ചെയ്യണം. പിന്നെ ഉറങ്ങണം, പപ്പ യാത്രയാക്കണം, അല്ല യാത്രയാക്കിയിട്ട് ഉറങ്ങണം. പിന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് ഒന്നും കൂടെ ഇതും കെമിസ്ട്രി നേരത്തെ ഇടേണ്ടതാണ്, പിന്നെ സാറ് മാറ്റി വെച്ച്. അങ്ങനെ കെമിസ്ട്രിയും നാളെ എഴുന്നേറ്റ് റിവിഷൻ ചെയ്യണം, പോകണം, പരീക്ഷ എഴുതണം. പിന്നെ ഇന്ന് അമ്പൂട്ടിയുടെ ബർത്ത്ഡേ, അവിടെ പോകാൻ പറ്റിയില്ല, പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ അവിടെയും പോകണം. പിന്നെ ബുക്ക് വാങ്ങിക്കണം, നോട്ട്ബുക്കൊക്കെ, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പഠിക്കട്ടെ, പഠിച്ചിട്ട് നമുക്ക് പപ്പയെ യാത്രയാക്കണം. അപ്പോൾ 2-3 ദിവസം കൊണ്ട് വളരെ ബിസി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൻ്റെ അകത്തുള്ള നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ 3 മണിക്ക് ഉറങ്ങിയെങ്കിൽ ഇന്ന് നമ്മൾ മാക്സിമം ഒരു 4 മണി വരെ ആ ഒരു ടൈമിൽ എത്താനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ റീൽസ് എടുത്ത് കഴിഞ്ഞപ്പോൾ എത്ര മണിയായി? 12:10. നമുക്ക് ഫുഡ് കഴിക്കണം, എല്ലാം നോക്കണം, കിടക്കണം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ ഡ്രസ്സിലുള്ള ഞാൻ 1 week in my life എന്നായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഡ്രസ്സിലെ വീഡിയോ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ അറിയണമല്ലോ, രാത്രി ഒന്നും ഫുള്ളൊന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കണം. അതൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഉടുത്തായിരുന്നു, പിന്നെ കഴിഞ്ഞു പോയി പൂജയെങ്കിലും. എന്തിനാ വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ നിക്കറായിരുന്നു അതല്ലേ ഇന്ന് ഞാൻ സാധാരണ ബ്ലാക്ക് ഇടാറുള്ളൂ. ഇന്ന് എന്തോ നിങ്ങളെ കാണിക്കൊണ്ട് ഇട്ടാണ് കൈപ്പോയി. അതുകൊണ്ടാണ് ഇതിൽ കൂടെ കാണാം നീല പൂക്കൾ, അതിൽ പിങ്ക് പൂക്കള്, ഒറ്റ പീസ് ഉണ്ടായിരുന്നത് തീർന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് ഔട്ട് ഓഫ് സ്റ്റോക്കാ. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കണം, വീഡിയോ എടുത്ത് ബൈ ഗൈസ്. അപ്പം ഇന്ന് ഏതാണ് ദിവസം? സാറ്റർഡേ. നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്ക് 39 വയസ്സ് തികയുകയാണ്. ഇവിടെ പൂച്ചക്കുട്ടനുണ്ട്. പൂച്ചക്കുട്ട ഓടി പോന്നവൻ
ഞാൻ വന്നാൽ പിന്നെ അടുക്കളയിൽ പോണം. നിരഞ്ഞിരിക്കുന്നു. പക്ഷെ എന്തൊക്കെ ടിന്നുവെന്ന് അറിയോ? ഇവിടെ എന്തൊക്കെ ടിന്നുവെന്ന് അറിയോ? ഇവിടെ അല്ലേ വെള്ളം. ഞങ്ങളുടെ വീട്ടിലെല്ലാം പെമ്പൂച്ചയെ വരുന്നത്. എന്ത് ചെയ്യാനാ? അപ്പം ഞാനും അച്ചാച്ചനും ഡാൻസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ലഡു വാങ്ങിച്ച്, പിന്നെ അമ്മയ്ക്കൊരു ഡയറി മിൽക്കും പിന്നെ മൊമോസും മേടിച്ചിട്ടുണ്ട്. കണ്ടോ പൂച്ച? കണ്ടോ? പോടാ. ഇത് വാങ്ങിച്ചു കൊടുത്തു ആസ് എ ഗിഫ്റ്റ്. അപ്പം അമ്മയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചവിട്ടി ഞാൻ മിക്കവാറും വീഴും. ഇതിനെ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കത്തുള്ളൂ. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പോവാം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കണ്ടോ, ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുപ്പിയും വെള്ളവും. അപ്പം അവിടെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, സൂപ്പറാ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ വീട്ടിൽ നിന്നൊരു എത്ര മണിക്ക് ഇറങ്ങി? 7 മണിക്ക് ഇറങ്ങി ഞങ്ങൾ ഇന്ന് വന്നു. ഇപ്പോൾ സമയം 9 മണിയായി. വന്ന് തൊഴുത് ഉണ്ണിയപ്പം വാങ്ങിച്ച് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരിക്കും. നല്ല തിരക്കുണ്ട്. ഞാൻ ഇന്ന് പട്ടുപാവാട ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് ചുരിദാറിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പോകും. ഇത് വെച്ചാൽ പോകാം. ഗൈസ്, പൊറോട്ട. ഇത് രണ്ടും അപ്പോൾ എന്താ പറയുക, ലാസ്റ്റ് വെനസ്ഡേ തൊട്ട് ഈ വെനസ്ഡേ വരെയുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത്. എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം കേക്ക് മേടിക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ, മേടിക്കാൻ പോകുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം അമ്മയുടെ ഫോണായത്. അപ്പോൾ അതും കൊണ്ട് കേക്ക് മേടിക്കാൻ പോവുകയാണെ എന്ന് പറഞ്ഞ് എടുത്തിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അതില്ലായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതുണ്ടായിരുന്നു. കേക്ക് മുറിക്കുന്നത് ഞാൻ ആഡ് ചെയ്യാം, പക്ഷെ അതിങ്ങനെ ഇങ്ങനെ നേരെ എടുത്തിരിക്കും, തിരിച്ചല്ല. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോയായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്തില്ല. സിനിമയ്ക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. നമ്മുടെ പുതിയൊരു പടം ഉണ്ടല്ലോ ടൊവിനോടെയൊക്കെ, ആ ഒരു പടമായിരുന്നു കാണാൻ പോയ. ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു മൂവിയായിരുന്നു. അങ്ങനെ അത് കണ്ടു. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഈ ഒരാഴ്ച നടന്നത്. അപ്പോൾ ഇന്നലെ തിങ്കളാഴ്ച സ്കൂൾ അടച്ചു. ഇനിയിപ്പം ജൂൺ 2-ന് തുറക്കും. നല്ല മഴയായിരുന്നു സ്കൂൾ അടയ്ക്കുന്നവരെ. അടച്ചു കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി നല്ല സൂപ്പർ വെയിലായി ഇപ്പോൾ. പിന്നെ ട്യൂഷൻ ക്ലാസ് ഇന്ന് അടച്ചു. ഇനിയിപ്പോൾ ജൂൺ 3-ന് തുറക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ കുളിച്ച്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്പലത്തിലൊക്കെ പോയായിരുന്നല്ലോ. അപ്പം ഇന്ന് കുളിച്ച് ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മണിയായി കാണും. കാരണം രാവിലെ ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് പിന്നെ കുളിച്ച് അങ്ങനെ നിൽക്കുക. ഇനിയിപ്പം ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. കുറുക്ക് കുടിച്ചേ പോകുന്നതിന് മുമ്പേ ഞാൻ പുരി കഴിച്ചായിരുന്നു, അത് കഴിഞ്ഞ് വന്നിട്ട് കുറുക്ക് കഴിച്ചായിരുന്നു.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കമൻ്റൊക്കെ കണ്ടായിരുന്നു, റൂം കാണിക്കുമോ അങ്ങനെയുള്ള സംഭവം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, കാണിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.